എന്താ പേര്? എന്റെ പേര് ഷാജിമോൻ. എന്ത് ചെയ്യുന്നു? അടൂര്. ഒരു മോളും ഉണ്ട്, ഒരു മോനും ഉണ്ട്. സ്ഥലം? അടൂര്. അടൂര്. ദിലീപ് അല്ല 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 ഇതൊരു പാവപ്പെട്ട ദിലീപ് ചേട്ടനാണ്. സ്ഥലം എവിടെ? ആലപ്പുഴ കുട്ടനാട്. കുട്ടനാട്. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി കുറച്ചുപേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? സജിത. എന്ത് ചെയ്യുന്നു? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ. ഹോസ്പിറ്റൽ. സ്ഥലം? എന്റെ സ്ഥലം തിരുവനന്തപുരം. ഓക്കെ. ബിന്ദു. എന്ത് ചെയ്യുന്നു? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. എല്ലാവരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലേ? ട്രിവാൻഡ്രമാണോ എല്ലാവരുടെയും സ്ഥലം? പത്തനംതിട്ട. ഞാൻ MHC വർക്ക് ചെയ്യുന്നു, കൊട്ടാരക്കര വീട്. ഓക്കെ. എൻ്റെ പേര് ബിജു, ഞാൻ കോവളത്ത് താമസിക്കുന്നു. ഓക്കെ. ഒരു മനോജ് കുമാർ, മാവലിക്കരയാണ്. ഗണേഷ് കായകുളം. മിനി കൊല്ലം. ജെസ്സിമോള് ചെങ്ങന്നൂർ. അജുമാർ കൊട്ടാരക്കര. ജെസ്സി മോള്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസറൊക്കെ പറയുക. ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി ഒന്നും പറയാതിരിക്കരുത്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ നാണമാനൊന്നുമില്ലല്ലേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാട്ടിൽ ചെന്നാൽ കാട്ടാളൻ, വീട്ടിൽ വന്നാൽ കൂട്ടാളൻ. ആരാണ്? കാട്ടിൽ ചെന്നാൽ കാട്ടാളൻ, വീട്ടിൽ വന്നാൽ കൂട്ടാളൻ. നല്ല വേറെ അപ്പൊ കാട്ടിന് വീട്ടിൽ പോകുന്നുണ്ട്. നമുക്ക് പുതിയൊരു ഗസ്റ്റ് ഉണ്ട്, എന്ന് പരിചയപ്പെടാം. ആരല്ല, വിനീതമായിട്ട് താഴ്മയായിട്ട് പറയാണ്, 1000 രൂപയുടെ കൂപ്പൺ എടുത്ത് ഞങ്ങളെ രക്ഷിക്കും. നിങ്ങൾ 1000 രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീല് ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത്. എല്ലാവരും കൂടി ശ്രമിച്ച് ഈ 1000 രൂപ ഈ കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഈ 1000 രൂപ തന്ന് സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ. അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്താ പേര്? എന്റെ പേര് ഷാജിമോൻ. എന്ത് ചെയ്യുന്നു? അടൂര്. ഒരു മോളും ഉണ്ട്, ഒരു മോനും ഉണ്ട്. സ്ഥലം? അടൂര്. അടൂര്. അല്ല 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 ഇതൊരു പാവപ്പെട്ട ദിലീപ് ചേട്ടനാണ്. സ്ഥലം എവിടെ? ആലപ്പുഴ കുട്ടനാട്. കുട്ടനാട്. അവർ വരുമ്പോ നമുക്ക് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആർക്കും കിട്ടിയില്ല. കാട്ടിൽ ചെന്നാൽ കാട്ടാളൻ, വീട്ടിൽ വന്നാൽ കൂട്ടാളൻ. വീട്ടിൽ കൂട്ടാണ്, കാട്ടില് കാട്ടാളന്മാരുടെ സ്വഭാവം പോലെ അക്രമിയാണ്. അല്ല, ജീവികളൊന്നുമല്ല. പോലീസുകാരുടെ കയ്യിൽ ഈ ഒരു സാധനം കാണും. ഇല്ല ഇല്ല അല്ല, പോലീസുകാരുടെ തൊപ്പിയല്ല. അല്ല, കാട്ടിൽ കാട്ടാളൻ, വീട്ടിൽ കൂട്ടാളൻ. ബെൽറ്റ് അല്ല, തോക്ക്. കറക്റ്റ്. നമ്മുടെ മോള് ആൻസർ പറഞ്ഞു.
ചിലരല്ല ഉദ്ദേശിക്കുന്നത്. ജനറലൈസ് ചെയ്ത് ചോദിക്കണം. എല്ലാവർക്കും ചോദ്യം ചോദിച്ചു തുടങ്ങിയ അവതാരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാണാത്തവൻ വീശുമ്പോൾ എല്ലാവർക്കും ആശ്വാസം. കാറ്റ്. കാറ്റ് അത് ജനറൽ ക്വസ്റ്റ്യൻ ആണോ? എനിക്ക് അടി കിട്ടുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. അടുത്ത ക്വസ്റ്റ്യൻ. കിട്ടാൻ വിഷമം, കളയാൻ എളുപ്പം. ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്, പക്ഷെ കളയാൻ ഈ ചേട്ടന് സ്നേഹം കിട്ടുന്നില്ല, ചുമ്മാ കളയാണ് തോന്നുന്നത്. പണമല്ല. കിട്ടാൻ വിഷമം, കളയാൻ എളുപ്പം. ഈ ഒരു സാധനം കിട്ടാൻ ഭയങ്കര പാടാണ്, നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. പക്ഷെ ഇത് പെട്ടെന്ന് കളയാൻ അത് നമ്മുടെ നാട്ടുകാർ കളഞ്ഞോളൂ. സ്വർണ്ണമല്ല. പണമല്ല. സ്വഭാവം. സ്വഭാവം കറക്റ്റ് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. എങ്കിലും കുറച്ചുകൂടി ഒന്ന് സ്വഭാവം, ഒരാളുടെ ക്യാരക്ടർ നല്ലതാണെങ്കിൽ അയാൾക്കൊരു പേര് ലഭിക്കും. എന്താ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൂകി വിളിക്കും, ഒരുപാട് ഓടും, ഒരുപാട് കയറും, ഒരുപാട് ഇറങ്ങും. എന്താ? ട്രെയിൻ. നമ്മുടെ മോള് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോഴിക്ക് എറിഞ്ഞു കൊടുക്കും. ഇവിടെ ഇനിയിപ്പോ നെഗറ്റീവ് ഞങ്ങളുടെ വീട്ടില് കോഴിക്ക് എറിഞ്ഞു കൊടുക്കാറില്ല, വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാക്കയ്ക്ക് നീട്ടിക്കൊടുക്കും, കുട്ടിക്ക് ഉരുട്ടി കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചക്രമില്ലാത്ത കാറ് വെള്ളം നിറച്ച് ഓടി. ചക്രമില്ലാത്ത കാറ് വെള്ളം നിറച്ച് ഓടി. ഇവിടെയൊക്കെ ഉണ്ട് ആ കാറ്, ചില നേരത്തൊക്കെ വരും. മഴക്കാറ് ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചട്ടിത്തലയൻ ചന്തയ്ക്ക് പോയി. ഇവിടെ ചട്ടിത്തലയന്മാരാരുമില്ല. ചട്ടിത്തലയൻ ചന്തയ്ക്ക് അല്ലല്ല, ഇതൊരു ഫ്രൂട്ട്സ് ഐറ്റംസ്. മത്തങ്ങ കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ തണ്ണിമത്തനാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിരിയാത്ത പാൽ ഏതാണ്? ഈ പാല് പിരിയത്തേ ഇല്ല. ഏതാണ്? മുലപ്പാലല്ല, തേങ്ങാപ്പാലല്ല, വേറെ. നമുക്കൊരു കുട്ടിപ്പിടുന്ന് വന്നിട്ടുണ്ട് അതോടൊപ്പം. ഹലോ, പേരെന്താ? സ്റ്റാൻഡല്ല, UKG. ഹലോ ചേച്ചി, പേരെന്താ? വർക്ക് ചെയ്യുന്നു? സ്ഥലം? ട്രിവാൻഡ്രമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവർ രണ്ടുപേരും 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഈക്വലായിട്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുതുകത്ത് മുള്ളൻ ചന്തയ്ക്ക് പോയി. ഇപ്പൊ ചോദിക്കും, ചന്തയ്ക്ക് പോണവരെ ഇവിടെ ചക്ക ഇവിടെ ആരാ പറയുന്നത്? പാവയ്ക്കുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെള്ളത്തിൽ ജനനം, ആഹാരം രക്തം. എന്താണ്? കൊതുക്. ആദ്യമേ ഞാൻ ചേച്ചി ഇഷ്ടപ്പെടുന്ന മോള്
ജെസ്സിമോൾ. അപ്പോൾ ജെസ്സിമോൾ ചേച്ചിക്ക് വേണ്ടി ആരാ ഇവിടെ പാട്ട് പാടുന്നേ? അപ്പൊ നമുക്കിനി ഒരു നല്ലൊരു സോങ് കേൾക്കാം. നല്ലൊരു പാട്ട് ഏതാണ് ഇഷ്ടമുള്ളത്? ഞങ്ങളെ കരയിപ്പിക്കരുത്. സിനിമ പാട്ടെങ്കിലും ഒന്ന് പാടി. കാർമുകിൽ വന്നൻ്റെ ചുണ്ട് ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീടുറങ്ങുന്നൊരു ശ്രീരാഗമേ ഉണർത്താൻ മറന്നു കണ്ണു കാർമുകിൽ വന്നൻ്റെ ചുണ്ടിൽ വാടും കരത്തടം കണ്ണീരാളനച്ചു നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീ എന്നർ അറിയുന്നു ശ്യാമവർണ്ണ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമടക്കുഴലിൻ്റെ വീടുറങ്ങുന്നൊരു ശ്രീരാഗമേ ഉണർത്താൻ മറന്നു കണ്ണു. മതിയോ? ഞാൻ ഇങ്ങനെ ലയിച്ചിരുന്നീലോ എവിടെയാണ് അത് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാമിന്റെ വിജയിയായ ജെസ്സിമോൾ ചേച്ചിക്ക് അമ്മമ്മ ബിയോ അത് നമ്മുടെ സ്വന്തം അമ്മമ്മ ബിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാനെ ക്ഷണിച്ചോളും. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാം എല്ലാവരും ചേർന്നത് ടാറ്റ പറയണേ. ലാസ്റ്റ് കൂടെ വിളിച്ചു എന്തിനാണ് ചെയ്തോ